നമസ്കാരം. ജ്യോതിർവാണി ചാനലിൻ്റെ ജൂലൈ 31 രാശിഫലത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുലാം രാശി ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾക്ക് ഇന്ന് അംഗീകാരം ലഭിക്കുകയും മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടുകയും ചെയ്യും. ഏറെ നാളായി കാത്തിരുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് ഇന്ന് അനുകൂലമായി മാറാൻ സാധ്യത ഉണ്ട്. സാമ്പത്തികമായി പുതിയ വരുമാന മാർഗങ്ങൾ ഇന്ന് തുറക്കപ്പെടും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകൽച്ചകൾ മാറാനും ഇന്ന് സാധ്യത കാണുന്നു. പ്രണയബന്ധങ്ങളിൽ പരസ്പര വിശ്വാസം ഇന്ന് ശക്തമാകും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും പഠനത്തിലും മികച്ച നേട്ടങ്ങൾ ഇന്ന് കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യപരമായി വിശ്രമക്കുറവ് ഇന്ന് ഒഴിവാക്കേണ്ടതാണ്. മഹാലക്ഷ്മി പ്രാർത്ഥനയും വെള്ളിയാഴ്ച ദീപം തെളിയിക്കുന്നതും ഇന്ന് ശുഭഫലമാണ്. അടുത്തത് വൃശ്ചികം രാശി വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് ദീർഘകാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ഇന്ന് ലഭിക്കുകയും ബിസിനസ് ലാഭം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി ഇന്ന് ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്ന ഒരു ദിവസമാണ് ഇന്ന്. സുഹൃത്തുക്കളുടെ സഹായം ഇന്ന് നിർണായകമാകും. പ്രണയ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഇന്ന് ഉണ്ടാകും. ആരോഗ്യപരമായി ചെറിയ ക്ഷീണം ഇന്ന് അനുഭവപ്പെടാമെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല. സുബ്രഹ്മണ്യ സ്വാമി ദർശനവും ഓം ശരവണഭവ എന്ന മന്ത്രവും ജപവും ഇന്ന് ഗുണകരമാണ്. അടുത്തത് ധനു രാശി മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുരാശിക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ പുതിയ അവസരത്തിനോ ഇന്ന് സാധ്യത കാണുന്നു. സാമ്പത്തികമായി കുടിശ്ശിക പണം തിരികെ ലഭിക്കുകയോ അപ്രതീക്ഷിത ധനലാഭമോ ഇന്ന് ഉണ്ടാകാം. അപ്രതീക്ഷിത ധനലാഭം എന്ന് പറഞ്ഞാൽ ചിട്ടി ലഭിക്കാനോ ലോട്ടറി ലഭിക്കാനോ ഇന്ന് ഭാഗ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും ഇന്ന് വർദ്ധിക്കുന്നതായി കാണാം. വിദേശകാര്യങ്ങളിൽ യാത്രാ പദ്ധതികളിലും അനുകൂലമായ മാറ്റങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ന് സാധിക്കും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുന്ന ഒരു ദിവസമാണ്. ഗുരുവായൂരപ്പ ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ഇന്ന് ശുഭഫലം നൽകുന്നതാണ്. മകരം രാശി ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. മകരം രാശിക്കാർക്ക് ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു ദിവസമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് ലഭിക്കാം. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലാഭം നൽകുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുകയും നിക്ഷേപങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കുകയും ഇന്ന് നടക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു. പ്രണയ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ മാറുന്ന ഒരു ദിവസമാണ്. ആരോഗ്യപരമായി ഭക്ഷണക്രമത്തിൽ ഇന്ന് ശ്രദ്ധിക്കണം. ശനീശ്വര പ്രാർത്ഥനയും എള്ളെണ്ണ ദീപം തെളിയിക്കുന്നതും ഇന്ന് ഗുണകരമാണ്. അടുത്തത് കുംഭം രാശി അവിട്ടം, അര, ചതയം, പൂരോരുട്ടാതി, മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് ഇന്ന് പുതിയ ആശയങ്ങളും അവസരങ്ങളും ലഭിക്കുന്ന ഒരു ദിവസമാണ്. ജോലിയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും.
ബിസിനസ്സിൽ പുതിയ പദ്ധതികൾ ഇന്ന് വിജയത്തിലേക്ക് എത്തുന്നതായി കാണാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ വരാതെ ഇന്ന് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഏകാഗ്രത ഇന്ന് വർദ്ധിക്കുന്നതായി കാണാം. ആരോഗ്യത്തിൽ ചെറിയ ക്ഷീണം തോന്നാമെങ്കിലും വിശ്രമം എടുക്കുന്നത് ഇന്ന് ഗുണം ചെയ്യും. മഹാവിഷ്ണു പ്രാർത്ഥനയും തുളസി ദീപം തെളിയിക്കുന്നതും ഇന്ന് ശുഭകരമാണ്. മീനം രാശി പോരോരട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി. മീനൻ രാശിക്കാർക്ക് ഇന്ന് എല്ലാ മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങൾ ഇന്ന് അനുഭവപ്പെടാം. ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സഫലമാകാൻ ഇന്ന് സാധ്യത കാണുന്നു. ജോലിയിൽ അംഗീകാരവും ബിസിനസ്സിൽ മികച്ച ലാഭവും ഇന്ന് ലഭിക്കുന്നതായി കാണും. സാമ്പത്തികമായി കടബാധ്യതകൾ കുറയുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഇന്ന് നിറയുന്നതായി കാണാം. വിവാഹാലോചനകൾക്ക് പുതിയ ബന്ധങ്ങൾക്കും ഇന്ന് വളരെ നല്ല ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഇന്ന് മികച്ച വിജയം കൈവരിക്കാനാകും. ആരോഗ്യപരമായി ഇന്ന് ഉന്മേഷം അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഓം നമോ നാരായണായ എന്ന മന്ത്രജപവും ഇന്ന് വളരെ ശുഭഫലം നൽകുന്നു. ഇതോടെ ജൂലൈ 31 രാശിഫലം ഇവിടെ സമാപിക്കുന്നു. നാളത്തെ രാശിഫലവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.